നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. എന്നാലും മുത്തശ്ശി എന്നെ മാറ്റി നിർത്തിയത് എന്തിനെന്ന് എനിക്കങ്ങോട്ട് മനസ്സിലാവുന്നില്ല. അന്നാ ശില്പയുമായുള്ള കല്യാണത്തിന്റെ തലേന്ന് ആ കല്യാണം മുടക്കാൻ യതി സാർ ഒരുപാട് ശ്രമിച്ചതല്ലേ? കല്യാണ പെണ്ണിനെ തന്നെ മുറിയിൽ കൊണ്ടുപോയി പൂട്ടിയില്ലേ? പിന്നെ ആ വീണയെ കൊണ്ട് രൂപേഷിനെ കെട്ടിക്കാൻ ഏതെല്ലാം രീതിയിൽ ശ്രമിച്ചു അതൊക്കെ മൈഥിലി മുത്തശ്ശിക്കും അറിയാം. പിന്നെ ഇത്തവണ സുമംഗല മാഡം പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, ആരെയും ഒന്നും ഏൽപ്പിക്കേണ്ടെന്ന്. യതി സാറിനെയും പവിത്രൻ സാറിനെയും ഒക്കെ ദൂരെ നിർത്തിയാ മതിയെന്ന്. ഇതിനൊക്കെ എന്റെ കൂടെ നിന്ന് നീയല്ലേ? അത് മുത്തശ്ശിക്ക് അറിഞ്ഞൂടെ? അറിയില്ലെങ്കിൽ ആ തള്ളയോട് ഞാൻ പറയാം. ചതിക്കരുത് യതി സാറേ. മുത്തശ്ശി പറയുന്നത് പോലെ എനിക്ക് നിൽക്കാൻ പറ്റും. എന്നോട് പ്രത്യേകം പറഞ്ഞതാ യതി സാറിനോടൊപ്പം കള്ളുപിടിച്ച് വേണ്ടാത്ത കാര്യങ്ങൾക്കൊന്നും കൂട്ടു നിൽക്കേണ്ടെന്ന്. എന്നിട്ടും സാറ് വിളിച്ചപ്പോൾ ഞാൻ വന്നില്ലേ? വന്നതിന് നിനക്കതിന്റെ പ്രയോജനവും കിട്ടും. ഇത് അഡ്വാൻസ്. ബാക്കി എത്രന്ന് വെച്ചാ നീ പറഞ്ഞാ മതി. ഇല്ല യതി സാറേ, ഞാൻ ഇത്തവണ ഒരു കാര്യങ്ങൾക്കുമില്ല. അതെ, കാര്യം എങ്ങനെയൊക്കെയാണെന്ന് പറഞ്ഞാലും ആ ദർശനക്കൊച്ച് നല്ലതിനു വേണ്ടി നിൽക്കൂ. പണ്ടൊക്കെ കാണുമ്പോ എട്ടും പൊട്ടും തിരിയാതെ വിഡ്ഢിത്വവും പറഞ്ഞ് സർവ്വസമയവും ബിരിയാണിയും തിന്ന് നടന്ന ആ മണ്ടൻ കുഞ്ചുവിനെ ഇത്രയൊക്കെ പ്രാപ്തരാക്കി മാറ്റിയെടുത്തതിന്റെ പിന്നിൽ ആ ദർശനക്കൊച്ച് തന്നെയാ. ഒന്നുമില്ലേലും ഈ മരുവത്തൂർ തറവാട്ടിൽ കട്ടുമുടിക്കുന്നവരുടെ കൊങ്ങയ്ക്ക് പിടിക്കണമെങ്കിൽ അവളെ കൊണ്ട് മാത്രമേ പറ്റൂ. ഞാൻ പറഞ്ഞതല്ല, മൈഥിലി മുത്തശ്ശി പറഞ്ഞതാ. ആ തള്ളയുടെ മരണം എന്റെ കൈകൊണ്ടാവൂന്നാ എന്റെ ഇപ്പോഴത്തെ പേടി. എങ്കിൽ അതിനു മുമ്പ് മുത്തശ്ശിക്ക് നേരെ നീങ്ങുന്ന ആ കൈ ഞാനിങ്ങെടുക്കും. അറിയാലോ എന്നെ, കല്യാണത്തിന് മുമ്പ് നാട്ടുകാരിൽ ചില ആമ്പിള്ളാരിങ്ങെത്തും. എനിക്കൊപ്പം അവരും കാണും. പവിത്രൻ സാറിന്റെയും യതി സാറിന്റെയും ഒരു കളിയും ഇത്തവണ നടക്കില്ല. മണിയപ്പനെ പറയുന്നത്. യതി സാറേ, മറ്റെന്തിനും ഞാൻ കൂടെ നിൽക്കാം. നേരിട്ടല്ല, പിന്നിൽ നിന്ന് എന്താന്ന് വെച്ചാൽ ചെയ്തു തരാം. എന്റെ പിള്ളേര് വരുന്നുണ്ട്, അവരെയും വിട്ടുതരാം. പക്ഷേ മൈഥിലി മുത്തശ്ശിക്കോ സുമംഗലാമയ്ക്കോ ഒരാപത്തും വരാൻ ഞാൻ സമ്മതിക്കില്ല. ഒരിക്കലും ഒരു സമാധാനമില്ലാതെ വീടായിപ്പോയി. അമ്മേ, ഉള്ളിലൊന്നുമില്ലാത്ത ഈ പേട്ട് തലയ്ക്ക് നമ്മള് 1 ലക്ഷം വില ഇട്ടാലോ? ഇവിടെ ഇയാളെ ഇങ്ങനെ പിടിച്ചിരുത്തിയ നമുക്കെന്ത് പ്രയോജനമുള്ളത്? മറിച്ച് 1 ലക്ഷം രൂപ നമുക്ക് കിട്ടും. ഇയാള് പോയി നിശ്ചയം നടത്തട്ടെ, അവള് തരും. നിശ്ചയത്തിന് ആളെ കിട്ടാൻ വേണ്ടി മാത്രമല്ല, അവൾക്ക് ഇങ്ങനെ അത്രയ്ക്ക് ഇഷ്ടമാ. ആ ഇഷ്ടം നമ്മളങ്ങ് മുതലെടുക്കും. ഈ തല നമ്മളങ്ങ് വിൽക്കും. വിട, അച്ഛന്റെ തലയെ പിടിച്ച് അരിയാട്ടി പഠിക്കുന്നതാ തെമ്മാടി. നിന്നെ ഞാൻ നടക്കില്ലടാ. എന്നെ വിറ്റ് നീയൊന്നും അങ്ങനെ കാശുണ്ടാക്കണ്ട. അങ്ങനെ പറയാതെ എന്റെ തന്തപ്പടി. നിങ്ങൾ അവളെ വിളിച്ച് പറയും, ഞാൻ പറയിപ്പിക്കും. ഇല്ലടാ, ഞാൻ പറയില്ല. എന്നെ കൊന്നാലും ഞാൻ പറയില്ല.
അയാള് പറയും. അയാളുടെ തന്തയെ കൊണ്ട് ഞാനത് പറയിപ്പിക്കും. അമ്മയൊരു മണ്ടിയ. ഈ 1 ലക്ഷം എന്താ നക്കാപ്പിച്ച കാശാണോ? 1 കോടിയോ അതിലപ്പുറം കോടികളോ നമുക്ക് കിട്ടും. അത് ആ ഗിരിജയുടെ ചൂണ്ടുവിരൽ തുമ്പിൽ വിറച്ചു നിന്നിട്ടല്ല. അമ്മ സമാധാനമായിട്ടൊന്ന് ആലോചിച്ച് നോക്ക്. ആ ഗിരിജയുടെ കൂടെ നിന്നാ നമുക്ക് കിട്ടുന്നതിനേക്കാൾ 10 മടങ്ങ് ഇവിടെ നിന്ന് കിട്ടും. ബുദ്ധിപൂർവം നമ്മളൊന്ന് ചുവട് മാറ്റി കളിച്ച. മനസ്സിലായില്ലേ? ഇപ്പൊ അച്ഛൻ വരണമെങ്കിൽ 1 ലക്ഷം ചോദിക്കുന്നു. നമുക്കത് കിട്ടുകയും ചെയ്യും. അതുപോലെ നമ്മൾ അവളുടെ ആ ദർശനയുടെ കൂടെ നിൽക്കും. ഗിരിജയുടെ കൂടെ നിന്ന ചില്ലറക്കാശും ജയിൽവാസവും കിട്ടും. പക്ഷേ ദർശനയ്ക്ക് ഇപ്പോ ഈ കല്യാണം വഴി കിട്ടാൻ പോകുന്ന കോടികളുടെ കിലുക്കം അതമ്മ കേൾക്കുന്നില്ലേ? ഞാൻ കേൾക്കുന്നുണ്ട്. അതിന്റെ ഒരു പങ്ക് നമുക്കും കൂടി കിട്ടിയ പിന്നെ ആ മുറപ്പെണ്ണിനെ കെട്ടുന്ന കാര്യം അതിനിയും നടക്കും. അവളല്ല, അവളുടെ അനിയത്തി. ആ പൊട്ടിപ്പെണ്ണിനെ കെട്ടിയാലും കിട്ടും കോടികൾ. അവളെ വേറെ ആര് കെട്ടാൻ? ഞാൻ കെട്ടിക്കോളാം. ഇപ്പോഴല്ല, സ്വത്തുക്കളെല്ലാം ദർശനയുടെ അധികാരത്തിലെത്തിയ ശേഷം. അവളുടെ മനസ്സിലപ്പോ അനിയത്തിയെ എങ്ങനെ ഒഴിവാക്കണമെന്ന ചിന്തയാവും. അത് നമ്മൾ മുതലെടുക്കും. അവളാവുമ്പോഴുള്ള ഒരു നേട്ടം, വായടക്കി വീട്ടിലിരുന്നോളും. അമ്മായി അമ്മയോട് പോരിനും വരില്ല. എങ്ങനെയുണ്ട് എന്റെ ഐഡിയ? സൂപ്പർ. നീയാടാ മോനെ സൂപ്പർ സ്റ്റാർ. അല്ല മോനെ, ഒരു സംശയം ചോദിച്ചോട്ടെ? നമ്മള് അവളോടൊപ്പം കൂടുന്നു എന്ന് വിചാരിക്കാം. പക്ഷേ അവള് വേണ്ടെന്ന് പറഞ്ഞാലോ? അവൾ ഏതായാലും അത് സമ്മതിക്കില്ല. അതെനിക്ക് ഉറപ്പാ. അതിനാണ് ആയുധം വെച്ച് കീഴടങ്ങുക എന്ന് പറയുന്നത്. മനസ്സിലായില്ലല്ലേ? കാട്ടുകൊള്ളക്കാരും നാട്ടിലെ കൊള്ളക്കാരും അധികാരികളുടെ മുന്നിൽ സകല ആയുധങ്ങളും കാഴ്ചവെച്ച് സറണ്ടറാവും. ഉത്തരേന്ത്യയിലൊക്കെ എപ്പോഴും നടക്കുന്ന കാര്യമാണ്. നമ്മളും നേരെ ദർശനയുടെ കാലിലോട്ട് വീഴുന്നു. അവളുടെ കാലിലേ എന്റെ പട്ടി വീഴും. വേണ്ട, അവളുടെ കാലിൽ വീഴണ്ട. സുമംഗല മേഡത്തിന്റെ കാലിൽ വീഴാലോ. നോ ഒബ്ജക്ഷൻ. എന്തായാലും വാക്കുറപ്പിച്ചു കഴിഞ്ഞു. മോതിരവും മാറി. സ്വത്തെല്ലാം എന്തായാലും അവള് കൊണ്ടുപോകും.